ഹലോ ഫ്ലൈവീലേഴ്സ്, എഗെയിൻ നമ്മൾ ഡൽഹിയിൽ വന്നിരിക്കുകയാണ് പുതിയൊരു ലോഞ്ചിന് വേണ്ടി. എഗെയിൻ ഒരു എക്സൈറ്റിംഗ് ലോഞ്ചാണ്. കാരണം ഇത് മാരുതിയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് വരുന്നത്, മാരുതിയുടെ പുതിയ ഗ്രാൻഡ് വിറ്റാര. ഇത് ബേസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ടൊയോട്ട ഹൈറൈഡർ ബേസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ മാരുതിയുടെ ഐഡൻറ്റിറ്റി കൊണ്ടുവന്നിട്ട് വളരെ പ്രോമിനസിംഗ് ആയി നിൽക്കുന്ന ഒരു ഫേസാണ്. എനിക്ക് നല്ലൊരു പ്രസൻസ് ലഭിക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല എത്രത്തോളം വീഡിയോയിൽ മനസ്സിലാണ്. കാരണം ഈ ഒരു 3D എഫക്റ്റും കാര്യങ്ങളും നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഇതിൽ രണ്ട് ടൈപ്പ് ഫേസ് കൊണ്ടുവന്നിട്ട് ടൊയോട്ടയുടെ ഫേസും മാരുതിയുടെ ഫേസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെടുന്ന കമൻറ്റിൽ പറയണം. എനിക്ക് ഇത് വളരെ അട്രാക്റ്റീവ് തോന്നി. ഈ ഒരു ക്രോം എലമെൻറ്റ് താഴെ വന്നിരിക്കുന്ന സ്കേർട്ടിങ്, ഇതിൽ തന്നെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ വന്നിരിക്കുന്ന പാർട്ടായിട്ടുണ്ടാവും ഇതെല്ലാം. അതുപോലെ തന്നെ 6 കളേഴ്സും അതിൽ തന്നെ ഡുവൽ ടോണുകൾ വരുന്നുണ്ട്. ഒരുപാട് ക്രോം കാര്യങ്ങളൊക്കെ കാണാം. ഡേ ടൈം റണ്ണിംഗ് ലൈറ്റാണ്. ഇത് 3 ബാറായി നിൽക്കുന്നുണ്ട്. ഇതിന് കുറച്ച് പ്രീമിയം ഫീൽ ഉണ്ട്. ഹെഡ്ലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള പോർഷനാണ്. വളരെ ഒരു സോളിഡായി നിൽക്കുന്ന, ഒരു ബോൾഡായി നിൽക്കുന്ന ഹുഡ് കാണാം. ആ ഒരു ബോൾഡ്നെസ് ശരിക്കും ക്യാരി ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗത്തും. സൈഡിലേക്ക് വരുമ്പോൾ തന്നെ വീൽ ആർച്ചിലെല്ലാം ആ ബോൾഡ്നെസ് കാണാം. ഇതെല്ലാം തന്നെ നമുക്ക് നേരത്തെ ഹൈറൈഡറിൽ കണ്ട പോലെ തന്നെ വന്നിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വീൽ ആർച്ചും ഈ ഒരു ബ്ലാക്ക് പോർഷനൊക്കെ തന്നെ അട്രാക്റ്റീവ് വന്നിട്ടുണ്ട്. ഈ ലൈൻസും ക്യാരി ചെയ്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ മിക്കവാറും നമുക്ക് നേരത്തെ കണ്ട പോലത്തെ ഹൈറൈഡറിൽ തന്നെ വന്ന രീതിയിലുള്ള ഈ സൈഡിൽ നോക്കാം. മൊത്തത്തിൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ റോഷനത കാത്തുക്കുന്നുണ്ട്. റോഷൻ ഇത് കഴിഞ്ഞാൽ കൊണ്ട് കൊടുക്കുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിസിഷൻ കട്ട് അലോയ്സാണ് വന്നിരിക്കുന്നത്. ഈ ഒരു അലോയിൻ്റെ ഡിസൈനും അട്രാക്റ്റീവ് ആണ്. ഇതിൽ വന്നിരിക്കുന്ന ഒരു 17 ഇഞ്ചിൻ്റെ അലോയാണ്. മാരുതി ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ഗ്രാൻഡ് വിറ്റാര ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലായിരുന്നു. അതങ്ങനെ തന്നെ അവർ ആ പേരെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. ഡോർ ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. ലൈൻസ് എല്ലാം തന്നെ നേരത്തെ പറഞ്ഞ ഒരു ഹൈറൈഡറിലെ പോലെ വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റമാണ്. ടൊയോട്ടയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സെൽഫ് ചാർജിങ് ആയിട്ടുള്ള ബാറ്ററി ഇലക്ട്രിക് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മോസ്റ്റ് എഫിഷ്യൻറ്റ് ആയിട്ട് നിൽക്കുന്ന ഏറ്റവും ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള SUV ആണ്. ഇതിൽ 27.97 km/L ആണ് വന്നിരിക്കുന്നത്. ഇന്റീരിയർ എന്ന് പറഞ്ഞേക്കാം. ഓക്കെ, റോഷൻ വെയിറ്റ് ചെയ്യുന്നപ്പോൾ കിട്ടി. എനിവേ, ഇന്റീരിയറിൽ ഞാൻ ചാടി കയറി കഴിഞ്ഞിട്ട് തരാം കേട്ടോ റോഷ. ഇത് നമ്മൾ ഹൈറൈഡറിൽ കണ്ടതുപോലെ തന്നെയുള്ള ഇന്റീരിയറാണ്. ഈ ഒരു പോപ്പ് ചെയ്ത് നിൽക്കുന്ന സ്ക്രീൻ ഉണ്ട്. അതിൽ വന്നിരിക്കുന്ന ഗ്രാഫിക്സ് എല്ലാം കാണാം. പക്ഷേ മാരുതിയുടെ ഗ്രാഫിക് ഇൻക്ലൂഡ് ഉണ്ട്. സ്റ്റിയറിംഗ് നമുക്ക് പരിചിതമായിട്ട് ഉള്ള സ്റ്റിയറിംഗ് ആണ്. മാരുതിയുടെ തന്നെ ഡിസൈനിൽ വന്നിരിക്കുന്നത്. ഇതായിരുന്നു ടൊയോട്ടയിൽ വന്നിരുന്നത്. ഉള്ളിൽ നമുക്ക് അനലോഗും അതുപോലെ തന്നെ TFT സ്ക്രീനോട് കൂടി വന്നിരിക്കുന്ന ആ ഒരു ഡിസ്പ്ലേ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം നമുക്ക് സുപരിചിതമായിട്ടുള്ള സിസ്റ്റംസ് ആണ്. ഇതെല്ലാം നമുക്ക് പരിചയമുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ മറ്റേ ക്ലോ ബോക്സും കാര്യം വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ്. 680 ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നിരിക്കുന്നത്. ഇതിൽ EV മോഡ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓൾ ഗ്രിപ്പ് എന്ന് പറഞ്ഞ സുസുക്കിയുടെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം വിച്ച് ഇസ് വെരി ഫേമസ്. 1970 വന്നിരിക്കുന്ന സിസ്റ്റമാണ്. ഇന്ന് ജിംനിയുടെ ഉണ്ട് സിസ്റ്റം. അത് ഫ്രണ്ടിൽ നിന്നും റിയറിലേക്കാണ് പവർ ആണ്. ഫ്രണ്ട് ബാസ്ഡ് ആണ്. റിയറിൽ ഇവിടെ ആണ് ഏകദേശം ലിഥിയം അയൺ ബാറ്ററി വരുന്നത്. അത് ബൂട്ടിലേക്ക് സ്പേസ് കയറി നിൽക്കുന്നത്. നമ്മളന്ന് ഹൈറൈഡറിൽ കണ്ട പോലെ തന്നെയുള്ള. ഇനി ഡിസൈനിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് കാണാം. ഈ ഒരു നിൽക്കുന്നൊരു എന്താ പറയുക, സിൽവർ കോട്ടിങ് അല്ലെങ്കിൽ ആ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫീൽ എല്ലാം അട്രാക്റ്റീവ് ഉണ്ട്. ഇത് ഡുവൽ ടോണാണ്. ബ്ലാക്കും ഈ ഒരു റെഡും വന്നിട്ടുണ്ട്. 6 കളേഴ്സാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഫ്രണ്ടിൽ വന്നിരിക്കുന്ന അതേ ട്രീറ്റ്മെൻറ്റാണ് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റിൽ അത് വന്നിരിക്കുന്നത്. അതേ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ കാണാം. ആരോ ബ്രേക്ക് ഔട്ട് നമുക്ക് ഇലുമിനേറ്റ് ചെയ്ത് കണ്ടോ. ഈ സാധനം 3 പീസായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു കണക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ ലോഗോ വരുന്നത്. ഈ 2 ഭാഗം കണക്ട് ചെയ്തു. ഗ്രാൻഡ് വിറ്റാരയിലെ ലോഗോ വന്നിട്ടുണ്ട്. സ്മാർട്ട് ഹൈബ്രിഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 27 km മൈലേജ് കിട്ടുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൾ ഗ്രിപ്പ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. തുറന്നു കഴിഞ്ഞാൽ ബൂട്ടിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെയാണ് ആക്ച്വലി ബാറ്ററി വരുന്നൊരു ഭാഗം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരു സ്പേസ് സേവർ വീലെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ വല്ലാണ്ട് സ്പേസ് പോകുന്ന രീതിയിലല്ല ബാറ്ററി പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആക്ച്വലി നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസും ലഭിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറയുമ്പോൾ ഒരു മാരുതിയുടെ ഈ ഒരു സെഗ്മെൻറ്റിലേക്കുള്ള എൻട്രി, മിഡ് സൈസ് SUV-ലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റ് ഗ്രോ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ. ഇതിൻ്റെ ഉള്ളിലത്തെ തിരക്ക് നമുക്ക് കാണാം. ഞാനിപ്പം കയറിയിരിക്കുന്നില്ല. പല ക്യാമറമാരും പല എന്താ പറയുക വ്ളോഗേഴ്സ് എല്ലാം അവിടെ ഉണ്ട്. എന്തായാലും ഞാൻ ഇരുന്ന് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റിയറാണ്. അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള ഫ്രണ്ടുമാണ്. നമുക്ക് നോക്കാം. ഇതിൽ വന്നിരിക്കുന്നത് 1.5 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനും വന്നിട്ടുണ്ട്. ഓൾ ഗ്രിപ്പ് ടെക്നോളജിയാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു എഞ്ചിൻ്റെ സ്പേസ് എത്രത്തോളം റൂം ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന് നോക്കാം. ഇതിൽ വന്നിരിക്കുന്ന എഞ്ചിനും സൈഡിൽ വന്നിരിക്കുന്ന മോട്ടറും ഉണ്ട്. ഈ എഞ്ചിനോട് സൈഡിൽ തന്നെ തരുന്ന മോട്ടർ ഗിയർ ബോക്സും വരുന്നുണ്ട്. ഈ ഒരു മോട്ടറാണ് ബാറ്ററീനെ ആക്ച്വലി പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സമയത്ത് ഇലക്ട്രിക് മോഡിലും അത് തന്നെ വെറും ബാറ്ററി മോഡിലും തന്നെ പോകാൻ പറ്റും. ആവശ്യമുള്ള സമയത്ത് ബാറ്ററി പ്ലസ് ഇൻറ്റൻഷൻ കമ്പഷന് കൂടുമ്പോൾ പവറും വരും. വ്യത്യസ്ത മോഡുകളുണ്ട്. അതെല്ലാം കൂടി ചേരുമ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. സോ ഓൾ ന്യൂ ഗ്രാൻഡ് വിറ്റാര ഫോർ യു. എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ നിങ്ങൾ ഷെയർ ചെയ്യണം. എനിവേ, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്.